അശ്വിനി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അശ്വിനി, പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യം ഈ വിഷയം ചർച്ച ചെയ്യണം, ഈ വിഷയത്തിന്മേൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകണം, പ്രസ്താവന ഉണ്ടാകണമെന്നാണ്. ഇന്നലെ തന്നെ ഇങ്ങനെയൊരു അതിക്രമം ഉണ്ടാകുന്നു, സഭാ നടപടികൾ നിർത്തിവെക്കുന്നു, പിന്നീട് സഭാ നടപടികൾ പുനരാരംഭിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ചെയറിന്റെ നീക്കം. ആദിർ രഞ്ജൻ ചൗധരി സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. സ്പീക്കർ അത് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നു. ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് അത്തരമൊരു പ്രസ്താവന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രതികരണമാണ് ഉണ്ടാകേണ്ടത്. കാരണം ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച, അതും പാർലമെന്റിൽ സമ്മേളനം നടക്കുന്നതിനിടെ ഉണ്ടായ ഒരു സുരക്ഷാ വീഴ്ച, അതിൽ സർക്കാരിന്റെ പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്, പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും വിവിധ പ്രതിപക്ഷ എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം നൽകിയിട്ടുള്ളത്. KC വേണുഗോപാൽ, ജെബി മേത്തർ അടക്കമുള്ളവർ രാജ്യസഭയിലും, ഹൈബി ഈഡൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള എംപിമാരും അതുപോലെ തന്നെയുള്ളവരും എല്ലാം ലോക്സഭയിലും ഒക്കെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ അമിത്ഷാ അടക്കം ആരെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ സഹമന്ത്രിമാർ ആരെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. കാരണം ഇന്നലെ തന്നെ സ്പീക്കറുടെ നിലപാടും അത്തരത്തിലായിരുന്നു. സഭയ്ക്കുള്ളിലല്ല, സഭാ സമ്മേളനം അവസാനിച്ച ശേഷം ഇതിൽ പ്രതികരിക്കാം അല്ലെങ്കിൽ ചർച്ചയാകാം എന്ന തരത്തിലായിരുന്നു സ്പീക്കറുടെ അടക്കം ഒരു പ്രതികരണം ഉണ്ടായത്. ഇതിൽ നമ്മൾ പാർലമെന്റിന്റെ നടപടികൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം ഇതിൽ കൂടുതൽ, അതായത് ഇപ്പോൾ അറസ്റ്റിലായ ആളുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നീലം കൗർ എന്നായിരുന്നു നമ്മൾ ഇന്നലെ ആദ്യമേ പേര് കൊടുത്തിരുന്നത്. എന്നാൽ അത് നീലം ദേവിയാണ്. നീലം ദേവി എന്നാണ് ഇപ്പോൾ അവരുടെ പേരെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിട്ടാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. നീലം ദേവി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായ പ്രതിഷേധങ്ങളിലൊക്കെ സ്ഥിരം പങ്കാളിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവർ ഹരിയാനയിൽ നടന്ന കിസാൻ, അതായത് കർഷകരുടെ പ്രതിഷേധത്തിലടക്കം പങ്കെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ വർഷം മെയ്യിൽ നടന്ന ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും, ജന്തർ മന്ദറിൽ നടന്ന ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും ഇവർ പങ്കെടുത്തിരുന്നു. അതിലും ഇവർ കസ്റ്റഡിയിലായിരുന്നു, അറസ്റ്റിലാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ടല്ല ഒരു നീലം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായത്, കർഷക നിയമങ്ങളിലടക്കം കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് എതിരെ പ്രവർത്തിച്ചിട്ട ആളാണ് നീലം ദേവി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവരുടെ എല്ലാം ഒരു മുഖ്യമായ ഒരു ആസൂത്രകൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫസർ ഛായ് എന്ന ആളാണെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും ഡൽഹി പോലീസ് പുറത്തുവിടുന്നില്ല. ഇവർക്കെതിരെ UAPAയും അതുപോലെ തന്നെ IPCയുടെ വിവിധ വകുപ്പുകളും പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. പൊതുപ്രവർത്തകരെ ആക്രമിക്കൽ, അതുപോലെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകളൊക്കെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കലാപ ആഹ്വാനം അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാനായി ശ്രമിക്കുന്ന എന്നീ കുറ്റങ്ങളും ഒക്കെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അഭിലാഷ്, ഒപ്പം അന്വേഷണം ഏത് നിലയിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? നിലവിൽ ഇന്നലെ നാല് പേരെ പ്രധാനമായും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അഞ്ചാമതൊരാളെ വിക്കി എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാളുടെ അറസ്റ്റും ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ NIA ഇതിൽ ഇടപെട്ടേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം UAPA അടക്കം ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് NIA ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാവുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ATS ഒക്കെ തന്നെ ഇന്നലെ തന്നെ ഡൽഹിയുടെയും അതുപോലെ തന്നെ ബോംബെയിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ATSും കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ ഇടപെടുകയുണ്ടായി. മറ്റേതെങ്കിലും ഏജൻസികൾ ഇതിൽ അന്വേഷണത്തിന് തയ്യാറെടുക്കും അല്ലെങ്കിൽ അവർ അന്വേഷണത്തിന് ഭാഗമാകൂ എന്നുള്ളതിൽ തീരുമാനമായിട്ടില്ല. ഇതെല്ലാം ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഡൽഹിയിൽ നടന്ന സംഭവമാണ്. ഡൽഹിയുടെ ആഭ്യന്തര സുരക്ഷ ഡൽഹി പോലീസിനെ അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. അതുകൊണ്ട് ഇതെല്ലാം അവസാനം എത്തി നിൽക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അഭിലാഷ്, പാർലമെന്റ് അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കും. അതേസമയം പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം തുടരുക തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സുബിയും അശ്വിനിയും നൽകിയത്.